ദിലീപ് കുമാറിലേക്ക്. ദിലീപ്, ഇപ്പോൾ MK കണ്ണൻ, PK ബിജു തുടങ്ങിയ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ ഈ കുറ്റപത്രത്തിൽ ഉൾപ്പെട്ടിട്ടില്ല. ഒന്നിലധികം തവണ തുടർച്ചയായി ചോദ്യം ചെയ്തതാണ് ഈ രണ്ട് നേതാക്കളെയും. ഇവരുടെ പങ്കാളിത്തം ഒക്കെ സംബന്ധിച്ച് അന്ന് കുറേയൊക്കെ റിപ്പോർട്ടുകളും വിവരങ്ങളൊക്കെ പുറത്തു വന്നതാണ്. ആ രണ്ടുപേരെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതൊരു കൗതുകമാണ്, എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടിയാണ്. ഒരുപക്ഷെ അവരുടെ റോളൊക്കെ എന്താണ്, എന്തുകൊണ്ടാണ് അവർ ഇത്രയും മണിക്കൂറുകൾ അവർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടി വന്നത് എന്നൊന്നും നമുക്കറിയില്ല. അന്നൊക്കെ പല വിവരങ്ങളും അതുമായി ബന്ധപ്പെട്ട് വരികയും ചെയ്തിരുന്നു. പക്ഷേ ആ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ ആ പ്രതിപട്ടികയിലില്ല എന്നത് ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമാണെന്ന് തോന്നുന്നു, അല്ലേ? വിജയകുമാർ, ബിജുവും MK കണ്ണനും ഇവർ രണ്ടുപേരെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നിരവധി മണിക്കൂറുകൾ നേരത്തെ ഇരുവരെയും ചോദ്യം ചെയ്തിരുന്നതാണ്. പക്ഷേ അവരുടെ പങ്ക് തെളിയിക്കത്തക്ക കൃത്യമായ വിവരങ്ങൾ ഒരുപക്ഷെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭ്യമായിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം ED കുറ്റപത്രത്തിൽ ഈ നേതാക്കളെ ഒഴിവാക്കിയിട്ടുള്ളത്. എന്നാൽ CPIMന്റെ ജില്ലാ സെക്രട്ടറിമാരെ സംബന്ധിച്ച് നേരത്തെ ജില്ലാ സെക്രട്ടറിമാരായിരുന്ന MM വർഗീസ്, AC മൊയ്തീൻ, CPIMന്റെ മുൻ ജില്ലാ സെക്രട്ടറിയും ഇപ്പോൾ MP-യുമായ K രാധാകൃഷ്ണൻ എന്നിവരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം CPIM തന്നെ ഈ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട്, അഴിമതിയുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു എന്നതാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി ഒരുപക്ഷെ അത് അപൂർവമായിട്ടായിരിക്കാം അത്തരത്തിൽ ഇങ്ങനെ പ്രതിപട്ടികയിൽ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് കൂടി വരുന്നത്. CPIMനെ EDയുടെ ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. 68-ാം പ്രതിയായി. 67-ാം പ്രതിയാണ് തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന AC മൊയ്തീൻ, 69-ാം പ്രതിയാണ് MM വർഗീസ്, 70-ാം പ്രതിയാണ് K രാധാകൃഷ്ണൻ. അങ്ങനെ CPIMന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ കൂടി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 180 കോടി രൂപയോളം ഈ തട്ടിപ്പിലൂടെ പ്രതികൾ സമാഹരിച്ചിട്ടുണ്ട് എന്ന് കുറ്റപത്രം ചൂണ്ടിക്കാട്ടുന്നു. വലിയ അഴിമതിയാണ് കരുവന്നൂർ നടന്നിട്ടുള്ളത്. കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിൽ നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും നിക്ഷേപം തങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കും ബിനാമികൾക്കുമായി വീതിച്ച് നൽകുകയും അവർക്ക് വായ്പകൾ നൽകുകയും അതിൻ്റെയൊക്കെ കമ്മീഷൻ അത് ഈടാക്കുന്നതിന് വേണ്ടി ആ കമ്മീഷൻ ഇവർക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടി പ്രത്യേക രഹസ്യ അക്കൗണ്ടുകൾ കരുവന്നൂർ ബാങ്കിൽ തുറക്കുകയും ചെയ്തു എന്നും ED കണ്ടെത്തിയിരുന്നു. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് CPIMന് ഉൾപ്പെടെ പ്രതി ചേർത്തുകൊണ്ടുള്ള ഈ കുറ്റപത്രം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ചിരിക്കുന്നത്. അഴിമതിക്കെതിരായി വലിയ നിലപാട് സ്വീകരിക്കുന്ന CPIMനെ സംബന്ധിച്ച് വലിയ പ്രഹരമാണ് അഴിമതി കേസിൽ തന്നെ ആ പാർട്ടി ഉൾപ്പെട്ടുകൊണ്ട് അവരെ പ്രതിപട്ടികയിൽ ചേർത്തുകൊണ്ട് ഇപ്പോൾ ED നൽകിയിരിക്കുന്നത്. വിജയകുമാർ. അപ്പോൾ ദിലീപ്, ഇപ്പോൾ K രാധാകൃഷ്ണനെ പോലെയുള്ള മികച്ച പ്രതിച്ഛായയുള്ള നേതാക്കൾ, ഇപ്പോൾ മന്ത്രിയായിരുന്നു അദ്ദേഹം, MLA ആയിരുന്നു, ലോക്സഭാംഗമാണ്, പാർട്ടി പദവികൾ, ജില്ലാ സെക്രട്ടറി ആയിരുന്നു, അങ്ങനെ പാർട്ടിയിലും സംഘടനയിലും പാർലമെന്ററി രംഗത്തുമൊക്കെ പ്രവർത്തിക്കുകയും മികച്ച പ്രതിച്ഛായയുള്ള നേതാക്കന്മാരിൽ ഒരാളാണ് ഇപ്പോൾ K രാധാകൃഷ്ണൻ. അപ്പോൾ അദ്ദേഹം ഈ പ്രതിപട്ടികയിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ചോദ്യം ചെയ്യലിന് ശേഷം തൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്ന് EDക്ക് ബോധ്യപ്പെട്ടു, അത് പറയുകയും ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. അത് എന്താണ് ED ഓഫീസിൽ നടന്നതെന്ന് നമുക്കറിയില്ല. അത് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ വിശദീകരണമാണ്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഈ കരുവന്നൂരുമായി ബന്ധപ്പെട്ട് നടന്ന ഇടപാടുകളുടെ ഒരു ചുരുക്കം പരിശോധിച്ചാൽ അതിൽ പാർട്ടി ഇപ്പോൾ നേരത്തെ ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ ബാങ്കിൻ്റെ പ്രവർത്തന മേഖലയ്ക്കൊക്കെ പുറത്ത് ഉള്ള ആളുകൾക്ക് വായ്പ തരപ്പെടുത്തുക, അതിൽ പ്രധാനപ്പെട്ട നേതാക്കൾ അതിൽ സമ്മർദ്ദം ചെലുത്തുക, ഈ ലോൺ അപേക്ഷകളൊക്കെ പരിശോധിക്കാൻ ഒരു കമ്മിറ്റി അനൗദ്യോഗികമെന്ന നിലയിൽ ബാങ്കിനകത്ത് പ്രവർത്തിച്ചിരുന്നു. അവരാണ് ആ കമ്മിറ്റിയാണ് ഈ അപേക്ഷകൾ പരിശോധിച്ച് തീരുമാനമെടുത്തിരുന്നത് എന്ന് പറയുന്നു. അതുപോലെ ഒരാളുടെ പേരിൽ നിരവധി വായ്പകൾ വരിക, ഈ ജപ്തി നോട്ടീസ് വരുമ്പോൾ മാത്രം ഇത്തരമൊരു ലോണിനെ പറ്റി യഥാർത്ഥത്തിൽ ആ പേരുകാരൻ അറിയുക, അങ്ങനെ ക്രമക്കേടുകളുടെ ഒരു കൂമ്പാരം ഇതിൽ നടന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഇതിൽ നേരിട്ട് പങ്കില്ല എന്ന് ED പറഞ്ഞു എന്നാണ് K രാധാകൃഷ്ണനെ പോലുള്ളവരൊക്കെ പറയുന്നത്. ഇതിൽ ഈ CPIMന് അത് വിശദീകരിക്കാൻ വൈരുദ്ധ്യം അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടുള്ളതുപോലെ EDക്ക് ഇത്തരം നേതാക്കൾ എങ്ങനെ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടു എന്ന് പറയാൻ കോടതിയിൽ അത് സ്ഥാപിക്കാനും അത്ര എളുപ്പമാകണമെന്നില്ല, അല്ലേ?
വിജയകുമാർ, ഇക്കാര്യത്തിൽ ഇ ഡിയുടെ കുറ്റപത്രത്തിൽ ഇ ഡി എന്നല്ല ഏത് അന്വേഷണ ഏജൻസി, അത് കേരള പോലീസ് ആണെങ്കിൽ പോലും ഒരാളെ പ്രതിസ്ഥാനത്ത് ചേർത്തുകൊണ്ട് കുറ്റപത്രം നൽകിക്കഴിഞ്ഞാൽ പിന്നീട് നിയമപരമായ പോരാട്ടവും നിയമപരമായ വഴിതേടലുമാണ് അതിൽ പ്രതിസ്ഥാനത്ത് ഉള്ളവർ സ്വീകരിക്കേണ്ടി വരിക. അത് അത്തരം ഒരു സാധ്യത CPIM-നെ സംബന്ധിച്ചുമുണ്ട്. കോടതിയിൽ അക്കാര്യത്തിൽ എന്താണ് CPIM-ന് പറയാനുള്ള നിലപാട്, CPIM ഇക്കാര്യത്തിൽ നിരപരാധിയാണോ എന്ന കാര്യം CPIM-ന് ആ ഘട്ടത്തിലൊക്കെ വാദിക്കുകയും വിശദീകരിക്കുകയും ഒക്കെ ചെയ്യാം. നിലവിൽ നമുക്ക് മുന്നിലുള്ളത് ഒരു അന്വേഷണ ഏജൻസി. ആ അന്വേഷണ ഏജൻസി കുറ്റക്കാരെന്ന് കണ്ടെത്തി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. അതിൽ പ്രതികളായി CPIM നേതാക്കളുടെ പേരുകളൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, CPIM നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ പലതും നടന്നിട്ടുള്ളത്. CPIM നേതാക്കളുടെ ശുപാർശയിലാണ് പലരും ഈ വായ്പകൾ അവിടെ നിന്ന് ഈടാക്കുകയും അത് ബിനാമി പേരുകളിലൂടെയൊക്കെ വായ്പകൾ ഈടാക്കി പലരും അറിയാതെ തന്നെ, നേരത്തെ വിജയകുമാർ ചൂണ്ടിക്കാട്ടിയതുപോലെ പലരും അറിയാതെ, നിക്ഷേപകർ അറിയാതെ തന്നെ, അല്ലെങ്കിൽ അവിടുത്തെ അംഗങ്ങൾ അറിയാതെ ഈ വായ്പകൾ അവരുടെ പേരിൽ എടുക്കുക, അങ്ങനെയൊക്കെയുള്ള രീതികൾ അത് അവിടെ അവലംബിച്ചിരുന്നു. അതിന് CPIM നേതൃത്വത്തിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു എന്നാണ് ED കണ്ടെത്തിയിട്ടുള്ളത്. മാത്രമല്ല പല സ്ഥലത്തും പല മേഖലകളിലും സ്ഥലങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അത് പ്രാദേശികമായി ലോക്കൽ കമ്മിറ്റി ഓഫീസുകളടക്കം നിർമ്മിക്കുന്നതിന് വേണ്ടിയാണെന്നാണ് CPIM നേതൃത്വം പറയുന്നത്. ഏതായാലും ഈ സ്ഥലം വാങ്ങലിലുൾപ്പെടെ ഇത്തരത്തിലുള്ള ഈ തട്ടിപ്പിൻ്റെ ഈ അംശം, തട്ടിപ്പിൻ്റെ വിഹിതം അതിലൊക്കെ ഉപയോഗിച്ചിരുന്നു എന്നാണ് ED കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ആ കാര്യങ്ങളിലൊക്കെ ഇനി കോടതി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കട്ടെ. നിയമപരമായ വഴികൾ CPIM-ന് തേടാം. നിലവിൽ CPIM-നെ ഉൾപ്പെടെ, രാഷ്ട്രീയ പാർട്ടിയായ CPIM-നെ ഉൾപ്പെടെ പ്രതി ചേർത്തുകൊണ്ടാണ് ED ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. വിജയകുമാർ. ഏതായാലും കുറ്റപത്രത്തിലെ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഒപ്പം രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഇപ്പോൾ CPM-നെ കൂടി പ്രതി ചേർത്തിട്ടുണ്ട്. അപ്പോൾ വ്യക്തികൾ മാത്രമല്ല, പാർട്ടി എന്ന നിലയിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന നിലയിൽ തന്നെ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്താണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് പ്രതികരിക്കാനുള്ളത് എന്നറിയേണ്ടതുണ്ട്. ഈ നേതാക്കളുടെ പ്രതികരണങ്ങൾ വരാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ നിയമ വഴിയിൽ ആ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങും. ഒപ്പം രാഷ്ട്രീയ പ്രതികരണങ്ങളും അടുത്ത മണിക്കൂറുകളിൽ വരും. ഒപ്പം കുറ്റപത്രത്തിൻ്റെയും കണ്ടെത്തലുകൾ, മറ്റു വിശദാംശങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ.